ഒരു ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ടാണ് നോമ്പുകാലം ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവിനെ ഗുരുവായി സ്വീകരിച്ച വ്യക്തി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർപ്പെടുത്തുന്നുണ്ട്, 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഞാനല്ല ജീവിക്കുന്നത്, യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ക്രൈസ്റ്റ് ഈസ് ദ സെൻറ്റർ, ക്രൈസ്റ്റ് ഫസ്റ്റ്, ക്രിസ്തു ആദ്യം. ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നല്ല, ക്രിസ്തുവാണ് കേന്ദ്രം. 40-50 ദിവസം നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രഹസ്യങ്ങളെ ധ്യാനിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമാണ്, നമുക്ക് സംശയമില്ല. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനുമാണ്. 100% മനുഷ്യനും 100% ദൈവവും. മനുഷ്യനെപ്പോലെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട, സഹനങ്ങളെ ഏറ്റെടുത്ത, കുരിശിൽ മരിക്കുന്ന സമയത്ത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും അത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ വഴി ഏതാണ്? ഞാനാണ് വഴി എന്ന് പറഞ്ഞ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വഴി ഏതാണ്? അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവിൻ്റെ ഹിതത്തോട് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന വഴിയാണത്. ആ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ഇത് ഇടുങ്ങിയ വഴിയാണ്. സ്വാർത്ഥതയുടെ, സ്വന്തം ഇഷ്ടങ്ങളുടെ വഴിയല്ല. അതുപേക്ഷിച്ച് പിതാവിൻ്റെ ഹിതത്തോട് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന വഴിയാണ്. നോമ്പുകാലത്തിൻ്റെ മനോഹാരിതയും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയലും ആ വഴിയിലൂടെ നടക്കാൻ നടത്തുന്ന ശ്രമവുമാണ്. ഒരുപക്ഷെ പൈശാചികമായിട്ടുള്ള പീഡനങ്ങളും പരീക്ഷകളും ഒരുപാടുള്ളപ്പോഴും അതിനെ ജയിച്ച് യേശുവിൻ്റെ കൂടെ നടക്കുന്ന വഴിയാണ്. ആ വഴിയാകുന്ന, സ്നേഹത്തിൻ്റെ വഴിയാകുന്ന, ഇടുങ്ങിയ വാതിലിൻ്റെ വഴിയാകുന്ന, ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടുള്ള ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ നോമ്പ് ക്രിസ്തു കേന്ദ്രീകൃതമാകും. യേശുവായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. ക്രൈസ്റ്റ് ഫസ്റ്റ്, ക്രിസ്തു ആദ്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.